നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ പ്രതികളുടെ വീടുകളിൽ പരിശോധന. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. സംഭാവന തട്ടിപ്പ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി. പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര, ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ ദേവഗിരി, ട്രസ്റ്റി കൃഷ്ണമോഹൻ എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. ഭരണസമിതിക്കെതിരായ യു.ഡി.എഫ്. അവിശ്വാസ പ്രമേയം നാളെ. അവിശ്വാസ പ്രമേയ നീക്കത്തെ എൽ.ഡി.എഫ്. പിന്തുണയ്ക്കില്ല. യു.ഡി.എഫ്. ഏകപക്ഷീയമായി തീരുമാനമെടുത്തതാണെന്ന് സി.പി.എമ്മിന്റെ ആരോപണം. നിലവിലെ അംഗസംഖ്യയിൽ 1/3 പിന്തുണച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുകയുള്ളൂ. 101 അംഗ കോർപ്പറേഷനിൽ 31 അംഗങ്ങളുടെ ഒപ്പാണ് അവിശ്വാസ പ്രമേയ നോട്ടീസിന് വേണ്ടത്. പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇപ്പോൾ ഭയപ്പെടാനില്ല, മഴ കനത്താൽ സ്ഥിതി വഷളാകും. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ മന്ത്രിമാരുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിജ്ഞാ പരിപാടി സംഘടിപ്പിക്കും. തിരുവനന്തപുരത്തെ 2ാം മെഡിക്കൽ കോളേജിന് അംഗീകാരം തേടി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയ്ക്ക് കത്തയച്ചതായും കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല. ദിവസേന 500-ലധികം രോഗികൾ എത്തുന്ന ഇവിടെ കിടത്തി ചികിത്സയും മുടങ്ങിയിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം ആറ്റുകാലിൽ ഭർതൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. ശാരീരികമായും മാനസികമായും ഭർത്താവ് ക്രൂരമായി പീഡിപ്പിച്ചു. ശരീരത്തിൽ കയറിയിരുന്ന് പലതവണ മുഖത്തടിച്ചു. പരമാവധി മുറിവുകൾ ഉണ്ടാക്കാതെയായിരുന്നു അതുലിന്റെ ആക്രമണം. തന്നെയല്ല, പഴയ കാമുകിയാണ് അതുലിന് ഇഷ്ടമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര വൈകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത. കേരള ഹൌസിലെ പ്രോട്ടോകോൾ വിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടും. അതേസമയം വിമാന കമ്പനിയെ പഴിചാരുന്ന നിലപാടാണ് കേരള ഹൌസ് ജീവനക്കാർ സ്വീകരിച്ചത്. വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 1500 കടന്നു. നിലവിൽ 3500-ലധികം ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 1,00,000-ലധികം ആളുകളെ കണ്ടെത്താനുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. അതേസമയം തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ കണ്ടെത്താനായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. യുദ്ധമൊഴിയാതെ പശ്ചിമേഷ്യ. വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇറാന് നേരെ 2ാമത്തെ ആക്രമണം നടത്തിയ അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന സിറിക്, ഖേഷം ദ്വീപുകളിലാണ് സ്ഫോടനം നടന്നത്. തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. പാനമയുടെ വാണിജ്യ കപ്പൽ ആക്രമിച്ചതിന് മറുപടിയായാണ് അമേരിക്കയുടെ ആക്രമണം. കണ്ണൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 7 ഗ്രാമിലധികം മെത്താഫിറ്റമിനുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെക്കിക്കുളം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് മെത്താഫിറ്റമിൻ കണ്ടെത്തിയത്. സംഭവത്തിൽ മാണിയൂർ സ്വദേശികളായ ഷമീം, ഷംസീർ കെ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.